ഭഗവാനേ, ദൈവമേ, ഇത് കാലിയാന്നല്ലപ്പാ. ആ രാജനോട് ഞാനിപ്പോ എന്തെന്നാ പറയാ? രാജ, നീയാ? ഇതെന്താ ഈ സമയത്ത്? ആകെ പ്രശ്നമായി സുധേച്ചി. എന്നാ? നാളെ നേരം പുലരുമ്പോ എന്റെ പെങ്ങടെ കല്യാണം നിശ്ചയ. എല്ലാം പറഞ്ഞുറപ്പിച്ചു വെച്ചിരുന്നതാ. പക്ഷേ അയ്യോ, നിന്റെ പെങ്ങൾ ഒളിച്ചോടി പോയാ? പെങ്ങളല്ല ഓടിപ്പോയത്, പാചകക്കാരനാ. ഓ, ഒരു 30-35 പേർക്കുള്ള ഭക്ഷണം എങ്ങനെയെങ്കിലും ചേച്ചി ഒന്ന് റെഡിയാക്കി തരണം. ശരി, നോക്കട്ടെ. ഇഡ്ലി സാമ്പാർ മതിയോ? മതി ചേച്ചി, ധാരാളം മതി. പക്ഷേ 6 മണിക്ക് തന്നെ റെഡിയാക്കണം. അതെല്ലാം റെഡിയാക്കാം, ടെൻഷൻ അടിക്കണ്ടാന്ന്. നീ പോ മോനെ രായപ്പ. ദൈവമേ, ഞാൻ ആ രാജന് വാക്ക് കൊടുത്തതാന്നല്ലോ. എന്റെ മുത്തപ്പ, ഞാൻ ഇനിയിപ്പൊ എന്തെന്നാ ചെയ്യാ? എന്തൊരു കഷ്ട അമ്മ ഇത്. എന്തിനാ എന്നെ എന്നും ഇങ്ങനെ ഉണർത്തുന്നത്? അമ്മയ്ക്കൊന്ന് മര്യാദക്ക് വിളിച്ചാ എന്താ? പിന്നെ എനക്കട 100 കൂട്ട പണിയുടെ കുട്ടി. ഓ, ചന്തയില് വെയിലടിക്കുന്നവരെ കടന്നിറങ്ങിക്കോളും. അയ്യോ, എന്റെ നാൻസ് ആകെ നനഞ്ഞു. ഓന്റെ ഒരു നയൻതാരം. ചേട്ടാ മാറിക്കേ. ഇങ്ങനെ പോയാ ഇവിടുന്ന് കെട്ടും കെട്ടി പോവേണ്ടി വരുന്നത് നമ്മളായിരിക്കും. അമ്മയ്ക്കിത് എന്തിന്റെ കേടാ? ആരെങ്കിലും ആ നടുത്തളത്തില് അടുപ്പ് കൂട്ടി വിറകിട്ട് കത്തിക്കോ? അതിന്റെ പേരില് പുറത്ത് വൻ ഇഷ്യൂ നടക്കുക. എല്ലാരും കൂടി ഇപ്പൊ ഇങ്ങോട്ട് വരും. അമ്മയ്ക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ല വലിയേട്ടാ. കേറ്ററിംഗിന്റെ ഓർഡർ ആണോ? അതിനുവേണ്ടി അമ്മ എന്ത് അതിക്രമവും കാണിക്കും അല്ലേ അമ്മേ? എന്നാലും ഇത് ഇത്തിരി കടന്ന കയ്യായി പോയമ്മേ. അത് ഗ്യാസ് തീർന്ന കാര്യം. എന്നാ എന്നെയോ ഇവനെയോ ഒന്ന് വിളിച്ചുകൂടായിരുന്നോ അമ്മയ്ക്ക്? ഞങ്ങൾ എവിടെന്നെങ്കിലും ഒരു ഗ്യാസ് സിലിണ്ടർ ഒപ്പിച്ചോണ്ട് വരില്ലായിരുന്നോ? ഓ പിന്നെ, എടാ നേരം വെളുക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ഗ്യാസ് സിലിണ്ടർ തണ്ടാൻ പോവോ? അല്ല, അപ്പൊ ഈ പരപര വെളുക്കുന്നതിന് മുമ്പ് അമ്മയ്ക്ക് അടുപ്പ് കൂട്ടാനുള്ള വിറക് എവിടെന്ന് കിട്ടി? അമ്മയല്ലേ ആള്, ഏതെങ്കിലും മരത്തില് വലിഞ്ഞേറി വെട്ടി കാണും. ആ മാർത്താണ്ഡ, ഞങ്ങളോ വരൂ. എന്റെ
വീടിന്റെ മുന്നിലെ വരാന്തയിലേ 2 വലിയ സ്റ്റൂളുകൾ ഉണ്ടായിരുന്നു. നീ കണ്ടിട്ടില്ലേ ബാലു? കണ്ടിട്ടുണ്ടെങ്കിൽ ആ, എന്നാൽ അതിപ്പോ കാണാനില്ല. അതാരോ അടിച്ചോണ്ട് പോയി. ബദ്ധശത്രുവിന് സുധാമണി ഗിഫ്റ്റ് കൊടുക്കുന്നോ? എന്തോ കാര്യമുണ്ടല്ലോ ചേട്ടാ. ഒന്ന് കിടന്നോടി നോക്ക്. അല്ല, ഈ സ്റ്റൂള് അത് മതിയോന്ന് ചോദിച്ചതാ. ഓ മതിയേ, അല്ലാതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? നീ വെട്ടിക്കീറി കളഞ്ഞ ആ സ്റ്റൂളില്ലേ, അല്ല തേക്കിന്റേതായിരുന്നു, നിലമ്പൂർ തേക്കിന്റേത്. പിന്നെ നീ കാണിച്ച തെമ്മാടിത്തരത്തിനുള്ള പിഴയോ? ഓരോ ദിവസം ഓരോ റൂള് കൊണ്ട് വന്നോളൂ. പാവങ്ങളുടെ കാശ് പിടുങ്ങാൻ. പിടിച്ചോ. ആ റൂള് കൊണ്ടുവരും. ഈ ഒറ്റ വീട് മുഴുവന് എന്റെ തന്തയുടെ വകയാ. ഇവിടെ താമസിക്കുന്നവർക്ക് ഇത്തിരി അച്ചടക്കമൊക്കെ വേണം, അതെനിക്ക് നിർബന്ധമാ. പിന്നെ എന്ത് റൂള് കൊണ്ടുവന്നാലും അതെല്ലാം ലംഘിക്കാൻ കച്ച കെട്ടി നടക്കുന്ന എന്നെ പോലുള്ള ചിലരുണ്ടല്ലോ. മതി, ഒന്ന് വന്നേ. ഇവിടെ എന്ത് തെമ്മാടിത്തരം എവിടെ കാണിച്ചത്? എന്ത് ധൈര്യത്തിലാണ് എവിടെ സ്റ്റൂൾ വെട്ടിക്കറി അവിടെ കൊണ്ടൊരു തീയിട്ടത്? ഇതെല്ലാം കൂടെ അടപടലേ നിങ്ങൾ കത്തിപ്പോയിരുന്നെങ്കിലേ ആര് സമാധാനം പറഞ്ഞേനെ? നട്ടലിന് പകരം വാഴപ്പിണ്ടി വെച്ച് ഒളിച്ചോടിപ്പോയി ഇവിടെ മാപ്പിള. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. അല്ലേ എന്താ നീ നോക്കി ഇങ്ങോട്ട് പാടി. ഇതെല്ലാം എടുത്തോണ്ട് പോയി നമ്മുടെ ആ വരാന്തെ കൊണ്ടുവന്ന് വെക്ക്. എന്നിട്ട് ചങ്ങലിട്ട് പൂട്ടണം, ഇല്ലെങ്കിൽ ഇനി കക്കും. നാണ കേട്ട വർഗ്ഗങ്ങൾ. ഈ വർത്താനെങ്കിലും ഒന്ന് പറയാതിരുന്നൂടെ? നീ ഇതെടുത്തോണ്ട് നോക്ക്. ആ ക്ലീൻ ചെയ്യുന്നവർക്കുള്ള കാശൂടെ കൊടുത്തിട്ട് പോയാ മതി കേട്ടോ. അനിലേ, ഇതാ 500 രൂപ ഫൈൻ, 1000 രൂപ ആ പണിക്കാരന്റെ കൂലി, പിന്നെ 2 സ്റ്റൂളിന്റെ കാശും. ആ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഓർഡറിനേക്കാൾ കിട്ടുന്നതിൽ കൂടുതൽ അമ്മ ഇപ്പൊ തന്നെ ചെലവാക്കി കഴിഞ്ഞു. ഇത്ര അധ്വാനിച്ചിട്ട് അമ്മയുടെ കയ്യിൽ എന്താ മിച്ചം? ഞാൻ കൊടുത്ത വാക്കിന്റെ വില. സുധേച്ചി, രാജനോ? എങ്ങനെയുണ്ടായിരുന്നു ചടങ്ങല്ലോ? ഒക്കെ ഗംഭീരമായി കഴിഞ്ഞു ചേച്ചി. ഭക്ഷണക്കാര്യം കുളമായി പോകുന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ചേച്ചിയുടെ സാമ്പാർ പൊളിച്ചു, എന്റെ മാനം കാത്തു. സത്യത്തില് ആ സമയം കൊണ്ട് അത്രയും പേർക്കുള്ള ഭക്ഷണം റെഡിയാക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ലെന്ന് എനിക്കറിയാം. ഇത് കുറവാണോ കൂടുതലാണോ എന്ന് എനിക്കറിയില്ല. ചേച്ചി എണ്ണി നോക്കിയിട്ട് പറഞ്ഞാൽ മതി. വല്ല 10 or 100 കുറഞ്ഞാല് അതിലൊന്നും വലിയ കാര്യമില്ല രാജ. കാര്യങ്ങളെല്ലാം ഭംഗിയെ നടന്നല്ലോ, ആ മതി. വെറുതെ അല്ല, സുധാമണി ചേച്ചി സൂപ്പർ ആണെന്ന് എല്ലാവരും പറയുന്നത്. ശരി, എന്നാ നീ ചെല്ല്. ഒരു ലോഡ് പണിയുണ്ട് എനിക്ക്. ശരി ചേച്ചി. ഇങ്ങനെ മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കാതെ പോയി റെഡിയാവന്റെ സാഗരെ. ഇത് കൊണ്ടുപോയിട്ട് ആ പെട്ടിയിൽ വെച്ചാട്ടെ. എന്നിട്ട് വേഗം കുളിച്ചിറങ്ങാൻ നോക്ക്. മണി 9 കഴിഞ്ഞു. അമ്മേ, ദേ ഈ ബട്ടൺ പൊട്ടിപ്പോയി, ഒന്ന് തുന്നിത്താ. തന്നെത്താനങ്ങ് തുന്നിയാ മതി. ഞാൻ തുന്നിയ ശരിയാവത്തില്ല, അമ്മ തുന്നി തന്നാ മതി. ഇങ്ങനത്തെ ബട്ടൺസ് പൊട്ടി ഉടുപ്പിട്ട് 2 ദിവസം സ്കൂളിൽ ചെല്ലുമ്പോ ഇന്റെ ചങ്ങായിമാര് എന്നെ കളിയാക്കും. ടീച്ചർമാരെ വായിലിരിക്കുന്നത് എന്റെ മോള് കേൾക്കുകയും ചെയ്യും. അമ്മേ, അപ്പൊ സ്വന്തം കുപ്പായത്തിന്റെ ബട്ടൺ പൊട്ടിപ്പോയാ എങ്ങനെയാ തുന്നണ്ടേ നീ താനെ പഠിച്ചോളൂ. എന്തൊരു അമ്മയാ ഇത്. ഈ അമ്മ ഇങ്ങനെ തന്നെയാ. തുറച്ചു നോക്കാണ്ട് എനിക്ക് വേണമെങ്കിൽ തുന്നി. മനസ്സിലായാ? അല്ല,
അപർണേച്ചി ഇന്ന് നേരത്തെ ആണല്ലോ. വാ മോളെ ഇരിക്ക്, ഓൺ റെഡിയാവുന്നേ ഉള്ളൂ. വാ. ദാ ബാലു, ബാലുവേ, ദാ അപർണ വന്നിട്ടാ, വേഗം വാ. ചേച്ചി ഇന്ന് കാണാൻ അടിപൊളിയായിട്ടുണ്ടേ. എന്നാ ഞാൻ പോട്ടെ ചേച്ചി, നേരം വൈകി. അമ്മേ ഞാൻ ഇറങ്ങുവാ. ബൈ. റോഡ് മുറിച്ചടക്കുമ്പോ സൂക്ഷിക്കണേ. ഓ ആയിക്കോട്ടെ. മോക്കൊരു ചായ എടുക്കട്ടെ? വേണ്ട ആന്റി, ഞാനിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതേ ഉള്ളൂ. എന്തേനും കാപ്പിക്ക്? ബ്രെഡ് ടോസ്റ്റ്. ഓ, അതെല്ലാം കഴിച്ചാ വിശപ്പ് മാറുവാ. കുറച്ച് ഉപ്മാ എടുക്കാം. അയ്യോ ആന്റി, വേണ്ടാത്തോണ്ടാ. ഉഗ്രൻ ഉപ്മാവാ. ക്യാരറ്റും ബീൻസും ഇങ്ങനെ നുറുന്നുരാന്നരിഞ്ഞിട്ട് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഇട്ട് മൂപ്പിച്ചെടുത്ത് നല്ല നെയ്യില് വറുത്ത് കോരിയ റവ കൊണ്ടുണ്ടാക്കിയതാ. വായിലങ്ങോട്ട് വെച്ച അലിഞ്ഞു പോവും. കുറച്ചെടുക്കട്ടെ? ഫുഡിനെ കുറിച്ച് ആന്റി പറയുന്നത് കേൾക്കാൻ നല്ല രസാ. ശരിക്കും നാവില് വെള്ളം ഊറും. അപ്പൊ കുറച്ചെടുക്കാം. അയ്യോ കുറച്ചു മതി ആന്റി. കുറച്ചേ ഉള്ളൂപ്പാ. ഇതാ. അയ്യോ, ഇന്നാ. എങ്ങനെയുണ്ട്? കഴിക്കേ? ബാലു, എടാ ബാലഗോപാല. എന്റെ അമ്മേ, ഞാൻ ദേ തൊട്ടപ്പുറത്തെ മുറിയിലല്ലേ ഉള്ളത്. ഇത്ര ഉച്ചത്തിൽ വിളിച്ചു കൂവിയ ഈ പഞ്ചായത്തിലുള്ള എല്ലാ ബാലഗോപാലന്മാരും ഓടി വരും. ഹൈ, 5 minutes. ബാലു, ഉച്ചക്കത്തേക്കുള്ള എടുക്കാൻ മറക്കല്ലേ? അയ്യോ മേ, റിയലി സോറി. ഞാനത് പറയാൻ വിട്ടുപോയി. ഇന്ന് ഓഫീസിൽ ഒരു കോൺഫറൻസ് ഉണ്ട്. ലഞ്ച് അവിടെന്നാ. എന്ന് പറഞ്ഞ എങ്ങനെയാ? എനിക്ക് കൊണ്ടുപോകാനുണ്ടാക്കി വെച്ച് ഞാൻ ഇനി എന്ത് ചെയ്യാനാ? സദാശിവന്റെ പൈക്ക് കൊടുക്കണ. നീ എല്ലാം പാഴാക്കുന്ന ഭക്ഷണം കഴിച്ചു കഴിച്ചാ ആ പശു ഇങ്ങനെ തടിച്ചു കൊഴുത്ത് നിൽക്കുന്ന. അമ്മേ സോറി. ഞാൻ എന്താ സോറി? പോട്ടെ, സാരമില്ല. നീ ഇറങ്ങാൻ നോക്ക്. കിടന്നിട്ട് എണീക്കുമ്പോ ബെഡ്ഷീറ്റ് പോലും മടക്കി വെക്കൂല. എല്ലാ സ്ഥലത്തും എന്റെ കൈയെത്തണം. ചെക്കൻ്റെ ഒരു കാര്യം. ഇംഗ്ലീഷ് ആന്നല്ലപ്പാ. ബാലു, ഇത് നോക്കിയാ സാഗറിന്റെ ഡയറിന്ന് കിട്ടിയതാ. പ്രിൻസിപ്പലിന്റെ ലെറ്ററാ. അവന്റെ കോളേജിലേക്ക് രക്ഷിതാവിനെ വിളിപ്പിച്ചുകൊണ്ടുള്ള ലെറ്റർ. പക്ഷേ ഡേറ്റ് കഴിഞ്ഞു പോയല്ലോ. അവൻ കഴിഞ്ഞ 3 മാസത്തെ ഫീസ് അടച്ചിട്ടില്ലാത്രേ. ഫീസ് അടച്ചിട്ടില്ല? കോളേജിലും പോയിട്ടില്ലായിരുന്നു. അവൻ ആവശ്യത്തിന് അറ്റൻഡൻസും ഇല്ല. ഞാൻ ഓഫീസിലേക്ക് പോകുന്ന വഴി അവന്റെ കോളേജിലൊന്ന്. വേണ്ട, എനിക്കിന്ന് തിരക്കുള്ള ദിവസല്ലേ, നീ പോയിക്കോ. ഞാൻ പോയി കണ്ടോളാം അവന്റെ സാറിനെ. പോകാം. പോയിട്ട് വരാം ആന്റി. ശരി മോളെ, സൂക്ഷിച്ചു പോണേ. ഞാൻ സൂക്ഷിച്ചു തന്നെയാ അമ്മേ പോകുന്നത്. എന്നാലും ഞാൻ എന്നും പറയും. പോവാം. എന്താടോ വെരി സൈലന്റ് ടുഡേ? നമ്മുടെ കാര്യം ഇനി ഇങ്ങനെ വൈകിപ്പിച്ചാ അത് ശരിയാവില്ല ബാലു. പ്ലീസ് ബാലു, ഒരു ഒറ്റ തവണ നീ ഒന്ന് വന്ന് പപ്പയോട് സംസാരിക്ക്. നമ്മുടെ കാര്യം പറയ്. പപ്പ നിന്റെ കഴിവുകളെ കുറിച്ച് മാത്രമേ ചിന്തിക്കൂ. കഴിവോ? എന്ത് കഴിവ്? ഒരു M.Com ഡിഗ്രിയോ അതോ ഒരു കാറ്റ് കോഴ്സോ? വെറും 30,000 രൂപ ശമ്പളം കിട്ടുന്ന ഒരു സാധാരണ ജോലി. ഒരല്പം പ്രൈവസിക്ക് വേണ്ടി പോലും വല്ലാതെ കഷ്ടപ്പെടേണ്ടി വരുന്ന ആ കോളനിയിലെ വീടും അതിലെ ആരും കൊതിച്ചു പോകുന്ന അതിമനോഹരമായ ജീവിതവും. അപർണ,
ഈ ലോകത്ത് തന്റെ മകളെ സ്നേഹിക്കുന്ന അന്തസ്സും സമ്പത്തുമുള്ള ഏതെങ്കിലും ഒരു അച്ഛൻ അവളെ എന്നെപ്പോലെ ഒരാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ തയ്യാറാവൂന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്നാ പിന്നെ മറ്റാരെങ്കിലും കെട്ടി സന്തോഷമായിട്ട് ജീവിച്ചോ. അപ്പു, പറ്റുമെങ്കിൽ കുറച്ചു നാളുകൂടി എങ്ങനെയെങ്കിലും നീ ഒന്ന് പിടിച്ചു നിൽക്ക്. തീരെ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ വിധിയെന്ന് കരുതി സമാധാനിക്കാം. അമ്മ ഞാൻ പോവേണേ. കോളേജിലേക്കല്ലേ? അല്ലാതെ പിന്നെ. എന്ത് രസല്ലേ ഇങ്ങനെ ചുമരുമ തൂങ്ങി ചിരിച്ചോണ്ടിരിക്കാൻ. നിങ്ങൾ ഉണ്ടാക്കിയിട്ടിട്ട് പോയ വലിയ ബംഗ്ലാവും വമ്പൻ ബിസിനസ്സും എല്ലാം നോക്കി നടത്താൻ ഞാൻ കിടന്ന് പെടാപ്പാട് പെടുക. നിങ്ങൾ എന്നെ തോപ്പിച്ചു, അല്ല തോപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ തോറ്റു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. അവസാന ശ്വാസം വരെ സുധാമണി ജീവിതത്തോടെ പൊരുതു. മോളെ ഒരു മിനിറ്റ്, ഈ പ്രിൻസിപ്പാളിന്റെ റൂം ഏതാ? ഓ, പ്രിൻസെ കാണാനാണോ? ദേ ആ ബിൽഡിങ്ങിന്റെ ഫസ്റ്റ് ഫ്ലോറിലാ. വലിയ ഉപകാരം. മോളെ ഒരു മിനിറ്റ് ഒന്നടക്ക. ഇവിടെ തീരഗതിയില്ലാത്ത പിള്ളേരെയും പഠിപ്പിക്കുന്നുണ്ടല്ലേ? അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, ഈ കീറി പറഞ്ഞെല്ലാം ഇട്ടിട്ട് നടക്കുന്ന കണ്ടിട്ട് ചോദിച്ചു പോയതാപ്പാ. വാട്ട്? ആപ്പാ ഇത് ട്രെൻഡാ. ഓ, ഫാഷൻ. എന്നാ കുഴപ്പമില്ല. എന്നാലും ആടിയടിയെല്ലാം കൊതുകടിക്കാണ്ട് നോക്കണേ കുട്ടി. ഈല് പറയുന്ന പോലെ ഓൻ കോളേജ് ഫീസ് കെട്ടാണ്ടിരിക്കാൻ ഒരു സാധ്യതയുമില്ല സാറേ. എല്ലാ മാസവും എന്റെ കയ്യിൽ നിന്ന് ഫീസിന്റെ പൈസ എണ്ണിപ്പറക്കി വാങ്ങിക്കൊണ്ടു പോന്നില്ലേ ഓൻ. സാഗർ ആ പണം നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോയി കാണും. പക്ഷേ ദ പോയിന്റ് ഈസ് അതയാൾ ഇവിടെ അടച്ചിട്ടില്ല. അതുമാത്രമല്ല പ്രശ്നം, സാഗറിന് വെറും 34% അറ്റൻഡൻസേ ഉള്ളൂ. അത് വെച്ച് അവന് എക്സാം എഴുതാൻ പറ്റില്ല. ഇത്തവണത്തേക്ക് സാർ ഓനോട് ക്ഷമിക്കണം. ഞാൻ സംസാരിച്ചോളാം, പറഞ്ഞു തിരുത്തിക്കോളാം. സാരമില്ല, ഈ വിഷയം ഓൾറെഡി ഇവിടെ അഡ്രസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞതാ. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് അച്ഛന്റെ മുമ്പിൽ വെച്ച് സാഗർ സമ്മതിക്കുകയും ചെയ്തു. ആരുടെ മുന്നിൽ വെച്ച്? നിങ്ങളുടെ ഭർത്താവിന്റെ മുന്നിൽ വെച്ച്. പെട്ടെന്ന് തന്നെ സാർ ഏതെങ്കിലും മന്ത്രവാദിയെ ചെന്ന് കണ്ട് വല്ല നൂലും ജപിച്ച് വാങ്ങി കെട്ടണം. മരിച്ചുപോയവരെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നവരുണ്ടെന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. അച്ഛനെയും കൂട്ടി സാഗർ ഇന്നലെ വന്നിരുന്നു, മിസ്റ്റർ കൃഷ്ണമൂർത്തിയും കൂട്ടി. സാർ ഈ പറയുന്ന എന്റെ ഭർത്താവ് കൃഷ്ണമൂർത്തി ഈ സാഗറിന് 3 വയസ്സുള്ളപ്പമ്മ എന്താ സാർ? ബികോം സെക്കൻഡ് ഇയർ സി. ചെന്ന് സാഗർ കൃഷ്ണമൂർത്തിയെ വിളിച്ചോണ്ട് വാ. ചെറുപ്പക്കാര് പിള്ളേരല്ലേ, ചില കുരുത്തക്കേടുകളൊക്കെ കാണിച്ചെന്ന് വരും. നിങ്ങൾ അപ്സെറ്റ് ആവണ്ട, ഞാൻ നല്ല വാർണിംഗ് കൊടുക്കാം. സർ. ആ സാഗർ, കമിൻ. തന്റെ ഫാദറിന്റെ പേരെന്താണെന്ന് പറഞ്ഞേ? കൃഷ്ണമൂർത്തി. യെസ്. അദ്ദേഹത്തോട് നാളെ ഒന്നുകൂടി ഒന്ന് വരാൻ പറയാമോ? പറയാ സർ. എന്താ സർ കാര്യം? ചത്തുപോയ അങ്ങേരെ എനിക്കും കൂടി ഒന്ന് കാണടാ, അതെന്നെ കാര്യം. കഴിഞ്ഞ 15 കൊല്ലായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാ നിന്റെ അച്ഛനെ ഒരിക്കൽ കൂടി കാണണമെന്ന്. ഇവനെയൊന്നും വാണിംഗ് കൊടുത്താ പോരെ സാറേ, സ്കൂളിൽ തന്നെ പുറത്താക്കണം. പഠിപ്പിച്ച് നന്നാക്കാൻ ശ്രമിക്കുന്നത് വെറുതെയാ. 2 ആളുടെ വിശ്വാസ ഇവനെ ഒറ്റയടിക്ക് തകർത്തത്. ഒന്ന് ഗുരുവിന്റെ, പിന്നെ സ്വന്തം അമ്മേന്റെ. മക്കൾ ഒരു നല്ല നിലയിലെത്തി കാണാൻ നമ്മൾ രാപ്പകലില്ലാതെ കഷ്ടപ്പെടുമ്പോ ഇവനെല്ലാം ഇതാ നമുക്ക് തിരിച്ചു തരുന്നത്. അമ്മ പ്ലീസ്. മുണ്ടറ നീ. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ടാ നീ ഇതുവരെ എത്തിയത്. അതിലെ ഓരോ പൈസക്കും എന്റെ രക്തം വേർപ്പാക്കിയതിന്റെ വിലയുണ്ടടാ.
വീട്ടിലേക്ക് വാ നീ. ബാക്കി ഞാൻ അന്നേരം പറയാം. എനിക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ തിണ്ടിക്കൊഴുത. നീ ഓളോട് ഒരിക്കലും അങ്ങനെ പറയണ്ടേനോടാ. അല്ലെങ്കിലും ചില കാര്യങ്ങളില് വെട്ടൊന്ന് മുറി രണ്ട് എന്ന് പറഞ്ഞിട്ട് എടുത്തു ചാടുന്ന സ്വഭാവം പണ്ടേ ഉള്ളതാ. പാവ അപർണ വല്ലാണ്ട് വിഷമായിട്ടുണ്ടാവും അതിന്. ഞാൻ പിന്നെ എന്താ അമ്മേ പറയേണ്ടത്? എന്ത് മുഖവും കൊണ്ടാ ഞാൻ അവളുടെ വീട്ടുകാരുടെ മുന്നിൽ പോയി നിൽക്കാനുള്ളത്? അവരെവിടെ കിടക്കുന്നു, നമ്മൾ എവിടെ കിടക്കുന്നു? അമ്മ പണ്ട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാ ഞാനിന്ന് ഓർത്തത്. തലമറന്ന് എണ്ണ തേക്കാതിരിക്കുന്നതല്ലേ നല്ലത്. മോനെ, അമ്മേ, അത് ഞാൻ എന്റെ അച്ഛൻ മരിച്ചിട്ട് 15 കൊല്ലായി. ഓരാത്മാവിന് ശാന്തി കിട്ടാൻ കഴിഞ്ഞ 15 കൊല്ലായിട്ട് ഇവൻ ബലിയിടുന്ന നീ കാണുന്നുണ്ട് ഇല്ലേ? പിന്നെ ആരെയാടാ നിന്റെ തന്തയെന്ന് പറഞ്ഞ ആടെ എഴുന്നള്ളിച്ചു കൊണ്ടുപോയി നിർത്തിയേ? അതോ നീ അയാളെ കുഴിന്ന് ജീവനോടെ ഉയർത്തിയോ? അമ്മേ, അത് ഒരക്ഷരം മിണ്ടി പോവരുത്. എങ്ങനെ തോന്നിയടാ എനിക്ക് ഇങ്ങനെ ഒരു വൃത്തികേട് കാണിക്കാൻ? കള്ളം പറയും കാണിക്കുകയും ചെയ്യുന്ന ഇന്റെ ഈ ശീലം ഒരിക്കലും നല്ലതിനല്ല. ഒരിക്കൽ പെട്ടുപോയാ പിന്നെ മരിക്കോളാം അതൊന്ന് കരകയറൂല, അറിയോ എനിക്ക്? ഇനി ഒരിക്കൽ കൂടി നീ ഇനി ഒരിക്കൽ കൂടി ഇതുപോലെയായിട്ട് നീ ചെയ്ത പിന്നെ ഹലോ, ആ സുധാമണിയാ, എന്തേനു? ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ തലയൊന്നിന് 75 രൂപ ചാർജ് ചെയ്യുന്നേ. ആ, അത് ഇഡ്ഡലി, ദോശ, പുട്ട്, അപ്പം, അങ്ങനെ എന്ത് വേണമെങ്കിലും തരാം. കറി കടലക്കറി അല്ലെങ്കിൽ മുട്ടക്കറി, ചട്നി സാമ്പാറും എന്തായാലും ഉണ്ടാവുമല്ലോ. ചായയും കാപ്പിയും ഉണ്ടാവും. ശരി ശരി, അതെല്ലാം നമുക്ക് പിന്നെ പറയാപ്പാ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കേ. ഇപ്പോ ഇവിടെ കുറച്ച് തിരക്കുണ്ട്, അതാ. ശരി. ഇനി നീ ഇത് ആവർത്തിച്ച എനക്ക് പിന്നെ ഇങ്ങനെ ഒരു മോനില്ലെന്ന് ഞാനങ്ങ് കരുതും. അത്രേ ഉള്ളൂ, മനസ്സിലായോടാ? അമ്മ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണെന്നൊന്നും പറയണ്ട. ഒരാളുടെ അനുവാദമില്ലാതെ അയാളുടെ ഡയറി എടുത്ത് വായിക്കുന്നതും തെറ്റ് തന്നെയാണ്. മാപ്പ്, ഞാൻ ചെയ്ത വലിയ തെറ്റായിപ്പോയി. സാർ എന്നോട് പൊറുക്കണം. എന്നോട് ചോദിക്കാണ്ട് പറയാണ്ട് പെട്ടിന്ന് പൈസ എടുത്ത് മാറ്റുന്നത് തെറ്റല്ല അല്ലേ? ഞാൻ നിന്റെ ഡയറിന്ന് കടലാസെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലേ ആ ചെയ്തതിന്റെ പേര് കരുതലെന്നോ. ഒരമ്മ മോനോട് കാണിക്കുന്ന കരുതൽ. പക്ഷെ നീ ചെയ്തണ്ടല്ലോ, അതിന് കള്ളത്തരെന്നാ പറയാ, ശുദ്ധമോഷണം. ഇന്നേക്കാളും തോനെ ഓണം ഉണ്ടോളാ ഈ സുധാമണി. എന്റെ അടുത്ത് ഈ തരികടയും കൊണ്ട് വന്നാണ്ടല്ലോ, തീർത്തോളെ ഞാൻ. പോയിരുന്ന് ഭക്ഷണം കഴിക്ക്. എനിക്ക് വേണ്ട. നിക്കട അവിടെ. പോയിരിക്കട, പോയി ഭക്ഷണം കഴിക്കട. ഇന്നോടിനി പ്രത്യേകിച്ച് അപേക്ഷിക്കണ ചെല്ലടി. അയ്യോ, മാധവമ്മക്ക് ഇതുവരെ ഭക്ഷണം കൊടുത്തിട്ടില്ല. പാവം വിശന്ന് വലിഞ്ഞിട്ടുണ്ടാവും. ഞാൻ കൊടുത്തിട്ട് വരേ. അമ്മ മാറിയേ, ഞാൻ പരത്തി തരാം. ഇപ്പൊ മാധവമ്മയുടെ അടുത്തേക്കുള്ള ഈ പോക്ക് ഭക്ഷണം കൊടുക്കാനൊന്നും അല്ലെന്ന് എനിക്കറിയാം. മനസ്സിന്റെ ഭാരം മുഴുവനും അങ്ങോട്ട് ഇറക്കി വെക്കാനല്ലേ ഈ പോക്ക്. എവിടെയെങ്കിലും ഇറക്കി വെച്ചിട്ടില്ലെങ്കിലേ ഇതെല്ലാം കൂടി ഉള്ളിക്കിടന്ന് പൊട്ടിത്തെറിച്ച്
ഒരു ദിവസം ഞാൻ അങ്ങ് തീരും. എന്തിനാ അമ്മ ഇങ്ങനെ വേണ്ടാത്തത് പറയുന്നത്? ഞാൻ വെറുതെ തമാശക്ക് ചോദിച്ചതാ. അതിന് എല്ലാ തമാശയ്ക്കും അപ്പുറം അതിനൊരു വലിയ സത്യമുണ്ട് മോനെ. ഒറ്റക്ക് കരഞ്ഞ് കണ്ണീര് വറ്റുമ്പോ മാധു അമ്മേനെ പോലുള്ള ആളുകള് നമ്മളെ ജീവിതത്തിൽ താനെ ഉണ്ടാവും. അരെ വാ, ഈ മൊഴിമുത്തുകളൊക്കെ ഒന്ന് കുറിച്ചു വെക്കണം. എന്റെ അമ്മ ഈ കോളനിയിലെ കമലാസുരയ്യ അല്ലേ? മോനെ ബാലഗോപാല, മതി, അധികം പരത്തണ്ട. IPL കഴിയാനായി. കളി കഴിഞ്ഞാ പിന്നെ തീരെ നേരം പോവില്ല. സത്യം പറഞ്ഞ എന്റെ എത്ര വിലപ്പെട്ട സമയ ഞാൻ ക്രിക്കറ്റ് കണ്ട് കളയുന്ന. ഓരെല്ലാം കളിച്ച് കളിച്ച് കോടികൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളെ പോലുള്ള കഴുതകൾ അത് കണ്ട് വെറുതെ സമയം കളയുന്നുണ്ട് അല്ലേ? എന്ത് പറയാനാപ്പാ, ക്രിക്കറ്റ് എന്ന് വെച്ചാ വല്ലാത്ത പ്രാന്തായിപ്പോയി എനിക്ക്. എന്താ നിർത്തിയേ? ഇന്ന് പോരട്ടെ. മനസ്സിൽ കിടന്ന് തിളയ്ക്കുന്നത് എന്തായാലും നീ അത് തുറന്നു പറഞ്ഞോ സുധാമണി? എന്തൊക്കെ കണ്ടാലാ ഈ ജീവിതം ഒന്ന് തീർന്നു കിട്ടാ? അതിന് മാത്രം എന്താപ്പണ്ടായേ? എന്റെ സൽപുത്രന്മാരെ രണ്ടാളും ഇന്ന് എന്നെ തോപ്പിച്ചു കളഞ്ഞു മാധവമ്മേ. ഇന്ന് ഹെഡ് മാസ്റ്റർ മുന്നില് ചത്തുപോയ അച്ഛനെ ഉയർത്തെഴുന്നേപ്പിച്ചിന് ഇളയോൻ. വലിയ സ്വപ്നങ്ങൾ കാണാൻ എന്നെ പഠിപ്പിച്ച എന്റെ ബാലു ആണെങ്കില് ഓന്റെ സ്വന്തം സ്വപ്നങ്ങളെ തല്ലിക്കെടുത്തിട്ട് വന്ന് നിൽക്കുക. നമ്മളെ ചെറിയ വീടിന് ഓന്റെ സ്വപ്നങ്ങളെ ഉൾക്കൊള്ളാനുള്ള സ്ഥലമില്ല പോലും. ഒന്നിന്റെ മുന്നില് ഞാൻ തളരലില്ല. ഓരോ ദിവസവും ഞാൻ എണീക്കുന്നത് എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള എന്തെങ്കിലും പരിഹാരമായിട്ടാ. പക്ഷെ ജീവിതം എന്നെ പ്രശ്നങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിലേക്ക് നെട്ടോട്ട് ഓടിക്കാൻ തുടങ്ങിയ ഞാൻ എന്ത് ചെയ്യും മാധവമ്മ? വയ്യ, എനിക്ക് മടുത്തു, എനിക്ക് മതിയായി. അല്ലാണ്ട് തളർന്നു പോകുന്നുണ്ട് ഞാൻ. ഇവിടെ വന്നിങ്ങനെ മനസ്സ് തുറക്കുമ്പോ ഇല്ലേ, എന്റെ ഉള്ളിൽ കിടന്ന് കത്തുന്നതെല്ലാം കനലടക്കം കിട്ടുപോകും. ഒരു പ്രശ്നവുമില്ല. എന്തായാലും ദൈവം ഈടം വരെ കൊണ്ടെത്തിച്ചില്ലേ, ഉറപ്പായിട്ടും മുമ്പോട്ടുള്ള വഴിയും കാണിച്ചു തരും. അല്ല മാധവമ്മേ? ഇതെടുത്ത് കഴിക്ക്, ഞാൻ പിന്നെ വരാം. അപ്പോഴത്തേക്ക് ഇത് തീർക്കണം. സാഗർ വല്ലാതെ അപ്സെറ്റ് ആണമ്മേ. ആയിക്കോട്ടെ, സാരമില്ല. സത്യം പറഞ്ഞ അമ്മ ഇന്നൊരു പൊടിക്ക് ഓവറായിരുന്നു. ഒരുമാതിരി പഴയ മോഹൻലാൽ സിനിമ ഡയലോഗായിരുന്നു മൊത്തവും. എന്നാലും അവനെ തല്ലണ്ടായിരുന്നു. അവൻ വലിയ ചെക്കനായില്ല അമ്മേ. ഓ, സ്വന്തം അമ്മേനെക്കാളും വലുതായിനവൻ. അത് ഞാൻ അറിഞ്ഞിട്ടില്ലപ്പാ. തമാശ അല്ല, അമ്മ അവനോട് പറഞ്ഞതൊക്കെ ഇത്തിരി കടുത്തുപോയി. അത്രയും വേണ്ടായിരുന്നു. എടാ, നീ കാര്യങ്ങൾ അറിയാണ്ട സംസാരിക്കുന്നത്. സാഗർ ഈ പോക്ക് പോയാ സത്യമായിട്ട് ഓൻ നമ്മളെ കൈവിട്ടു പോകും. അമ്മ ഈ പറയുന്നതുണ്ടല്ലോ സ്വന്തം അനുഭവത്തിന്നാ. എനിക്ക് മനസ്സിലാവുന്നുണ്ടമ്മേ. ഉണ്ടല്ലോ. എന്നാ സ്വന്തം അനുഭവത്തിന്ന് അമ്മ നിന്നോട് ഒരു കാര്യം കൂടെ പറയാം. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നടത്തിയെടുക്കാൻ ആകെ ഒരു ജീവിതം നമുക്കുള്ളത്. അത് ചെയ്യാണ്ടിരുന്ന ജീവിതകാലം മുഴുവനും അതിന്റെ കുറ്റബോധം മനസ്സിനെ കുത്തിക്കൊണ്ടിരിക്കും. അമ്മ പറഞ്ഞു വരുന്നത് വേറൊന്നും അല്ലടാ. ആ അപർണയില്ലേ, ഓള് നല്ല കുട്ടിയാ. എന്റെ മോൻ ഓളെ കൈവിട്ട് കളയല്ലേ. കിരൺ നല്ല പയ്യനാ. US-ല് ഒരു മൾട്ടിനാഷണൽ കമ്പനിയില് സീനിയർ മാനേജ്മെന്റ് ലെവലില് ജോലി ചെയ്യുന്നു. He has got his own apartment there. ഇവിടെ കൊച്ചിയിലുണ്ട് സ്വന്തമായിട്ടൊരു വീട്, അതും in the heart of the city. അതൊക്കെ പോരാഞ്ഞിട്ട് he is from an immensely rich family.
മധുമിത ആന്റിയെ നിനക്ക് അറിയുന്നതല്ലേ അപ്പു? അറിയാം, പക്ഷേ ഇതൊക്കെയാണ് ഒരു കല്യാണത്തിന് വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻസ് ആണോ മമ്മി പറയുന്നേ? ക്വാളിഫിക്കേഷൻസ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് എൻഡ് ഓഫ് ദി ഡേ ഓൾ ദീസ് മാറ്റേഴ്സ് മോളെ. അപ്പോ സ്നേഹം, കമ്പാറ്റബിലിറ്റി, ടുഗദർനെസ്, പരസ്പരം മനസ്സിലാക്കൽ, അതൊന്നും ഒന്നുമല്ലേ? ഒരുമിച്ചൊരു ജീവിതം തുടങ്ങുമ്പോ അതില് സ്നേഹത്തെക്കാൾ വലുതായിട്ട് ഒന്നുമില്ല മോനെ. വലിയ ശമ്പളം, കൊട്ടാരം പോലത്തെ വീട്, വില കൂടിയ കാറ്, ഇതൊന്നും വേണ്ടാന്ന് അമ്മ പറയുന്നില്ല. അതെല്ലാം അതിൻ്റെതായിട്ടുള്ള സമയത്ത് വരും. പക്ഷേ അന്ന് അപർണ ഇന്റെ ഒപ്പം ഇല്ലെങ്കിൽ പിന്നെ ഇതെല്ലാം ഉണ്ടായിട്ട് എന്ത് കാര്യാടാ? ഇതൊക്കെ വെറുതെ പറയാനേ കൊള്ളാവൂ. നിനക്കറിയോ, ലൈഫിൽ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നാൽ ആദ്യം പമ്പ കടക്കാൻ പോകുന്നതേ നീ ഈ പറയുന്ന സ്നേഹവും ഒരുമയും അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ ആയിരിക്കും. നീ ഇങ്ങനെ ഒരു ഐഡിയലിസ്റ്റ് ആവല്ലേ മോളൂ. ഓക്ക് ജനിക്കുന്ന കുട്ടികളില്ലേ, അവര് നിന്നെ അച്ഛാന്ന് വേണം വിളിക്കാൻ. ഓരെ കൊണ്ട് നിന്നെ അങ്കിൾ എന്ന് വിളിപ്പിക്കരുത്, മനസ്സിലായോടെ കഴുതേ. ഷോ, ഈ അമ്മയുടെ ഒരു കാര്യം, നാക്കിന് ഒരു ലൈസൻസും ഇല്ല. ആ, അപ്പോ മോള് നാളെ ഓഫീസിൽ നിന്ന് നേരത്തെ വരില്ലേ? എന്താ ഡാഡി? എന്തിനാ? ആ, കൊള്ളാം. അപ്പൊ അമ്മയൊന്നും പറഞ്ഞില്ലേ? എന്താ? മോളോട് പ്രധാനപ്പെട്ടൊരു കാര്യം പറയാൻ മറന്നു. നാളെ എന്റെ കൊളീഗ്സ് കുറച്ചുപേര് ഇവിടെ വരുന്നുണ്ട്. ഒരു ചെറിയ ഗെറ്റ് ടുഗദർ. ആഹാ, ഗെറ്റ് ടുഗദറോ? എന്താ വിശേഷം? എന്റെ പ്രൊമോഷന്റെ ഒരു കുഞ്ഞു പാർട്ടി. ദാറ്റ്സ് ഓൾ. വൗ, കൺഗ്രാറ്റ്സ് മമ്മി. ഇന്ന് പത്മ വിളിച്ചിരുന്നു. പാർട്ടിയുടെ കാര്യം പറഞ്ഞപ്പോ പണ്ട് അവരുടെ വീട്ടില് ജോലിക്ക് നിന്നിരുന്ന ഒരു സ്ത്രീയുടെ കാര്യം പറഞ്ഞു. അസാധ്യ കുക്കായിരുന്നു അത്രേ. നാളത്തെ ഫംഗ്ഷൻ അവരെ കിട്ടുമെങ്കിൽ വേറെ ഒരു ചോയ്സ് നോക്കണ്ടെന്നാ പത്മ പറയുന്നത്. എന്തായാലും ഇത്രയും പേർക്കുള്ള ഭക്ഷണം നമ്മുടെ തങ്കത്തിനെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല. പത്മാൻഡി അത്രയും കോൺഫിഡൻസോടെ പറഞ്ഞ സ്ഥിതിക്ക് മമ്മി അവരെ ഒന്ന് വിളിച്ചു നോക്ക്. അതെ. അപ്പൊ പറഞ്ഞു മറക്കണ്ട, നാളെ വൈകുന്നേരം രണ്ടാളും ഓഫീസിൽ നിന്ന് ഇറങ്ങിയ നേരെ ഇങ്ങോട്ട് വന്നേക്കണം. ഫോണിപ്പോ ഇവിടെ മറന്നു പോവാൻ വിളിക്കാൻ. നീ ഇതും കൂടെ താഴേക്ക് പോയിക്കോ, ഞാൻ ആരാ വിളിക്കുന്ന നോക്കട്ടെ. ഹലോ, നമസ്കാരം. ഇത് സുധാമണിയുടെ നമ്പർ അല്ലേ? അതെല്ലോ. ഞാൻ യാമിനി മേനൻ. സുധാമണി പണ്ട് ജോലിക്ക് നിന്നിരുന്ന വീടില്ലേ, പത്മയുടെ? ഓ, മനസ്സിലായി. എന്തേനു? ഞാൻ പത്മയുടെ ഫ്രണ്ടാണ്. പത്മയാണ് നിങ്ങളെ കുറിച്ച് പറഞ്ഞതും എനിക്ക് ഈ നമ്പർ തന്നതും. ആ, പറഞ്ഞോളൂ. കാറ്ററിംഗിന്റെ കാര്യത്തിനായിരിക്കും അല്ലേ? അതെ, ഞാൻ വിളിച്ചത് നാളെ ഈവനിങ്ങില് എന്റെ വീട്ടിലൊരു പാർട്ടിയുണ്ട്. അത് പറയാനാ. ഒരു 10-25 പേര് അടുപ്പിച്ച് കാണും. ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ ഒരാളെ വേണമായിരുന്നു. നിങ്ങൾക്കൊന്ന് വരാൻ പറ്റുമോ?